വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്ലൈഡ് നോക്കൂ. എൻവയോൺമെൻറ്റൽ ഹസാർഡ്, പ്രകൃതിയുടെ സംരക്ഷണത്തിന് ഉള്ള കൺസേൺ ആയിട്ടുള്ള ലെസണാണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനും കാര്യങ്ങൾ. കാരണം എല്ലാ ഫാക്ടറി കാര്യങ്ങൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. ആക്ച്വലി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറിയിൽ നിന്നൊക്കെ അതിൻ്റെ മലിനജലങ്ങൾ, എഫ്ലുവൻ്റ്, മലിനമായ ഗ്യാസുകൾ, കാര്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അറ്റ്മോസ്ഫിയറിൽ നിന്ന് അയറിനെ ദൂഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ വെള്ളത്തിന് ദോഷം ഉണ്ടാക്കുന്നു, മണ്ണിന് ദോഷം ഉണ്ടാക്കുന്നു, സസ്യജീവജാലങ്ങൾക്കുള്ള ജീവനെ അപകടപ്പെടുത്തുന്നു. അവസാനം എന്ത് ചെയ്യുന്നു? മനുഷ്യൻ്റെ തന്നെ ജീവന് അത് പ്രശ്നമായി മാറുന്ന ഒരു ഇത് തന്നെയാണ്. അപ്പം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറിയിൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഒരു വലിയ ഘടകമാണ്. പക്ഷേ പ്രകൃതി ഫാക്ടറിയിൽ നിന്നുള്ള ഒരു മാലിന്യങ്ങൾ പുറത്തു പോകുന്നു, അതിനെ എന്ത് ചെയ്യണം? പൊല്യൂട്ടഡ് ആയിട്ട് അല്ലെങ്കിൽ ദുഷിച്ച നേരെ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് അവസ്ഥയിലേക്ക് കൊടുക്കരുത്. അതിനെ എന്ത് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് ഫർദർ യൂസ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ അതിനെ പുറത്തേക്ക് മാലിന്യങ്ങൾ കടത്തിവിടാൻ പാടുള്ളൂ. ഇന്ന് എൻവയോൺമെൻറ്റ് എന്താണ് എൻവയോൺമെൻറ്റൽ ഹസാർഡ് എന്ന് നോക്കാം ആദ്യം. ഓക്കെ, പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നുള്ള, അല്ലെങ്കിൽ പ്രകൃതിയുടെ അപകടങ്ങൾ. എൻവയോൺമെൻറ്റൽ ഹസാർഡ് ഈസ് എ സബ്സ്റ്റൻസ്, state or event which has the potential to threaten the surrounding natural environment or adversely affect people's health, including pollution and natural disasters such as storm, earthquake, etc. Okay. ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സംഭവം എന്താണ്? വിച്ച് ഹാസ് എ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ശക്തിയുള്ള, ടു ത്രിട്ടൺ, ഭീഷണി ഉണ്ടാക്കുക. സറൗണ്ടിങ് നേച്ചുറൽ എൻവയോൺമെന്റ്, പ്രകൃതിക്ക് തന്നെ ഭീഷണി ഉണ്ടാക്കുന്ന ഏതൊരു അവസ്ഥയെ, സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഒരു സംഭവത്തെയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഹസാർഡ്. ഇതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപരീതമായ അഡ്വേഴ്സ് എഫക്റ്റ്. എന്താണ് വിപരീത ഫലം ഉണ്ടാക്കുന്നത്? ഹെൽത്ത്, ആരോഗ്യത്തെ, ജനങ്ങളുടെ ആരോഗ്യത്തെ, പിന്നെയോ പ്രകൃതിയുടെ പൊല്യൂഷൻ അല്ലെങ്കിൽ അപ്പം മനുഷ്യന് ആവശ്യമുള്ള ഘടകങ്ങളെ നശിപ്പിക്കുക, ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കുക. പിന്നെ നേച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാക്കുക, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കുക, സ്റ്റോം, എർത്ത് കേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വകവെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? എൻവയോൺമെന്റൽ ഹസാർഡ് എന്ന് പറയുന്നത്. ഇതിലൊരു ടേമാണ് പൊല്യൂഷൻ. എന്താണ് പൊല്യൂഷൻ? ഓക്കെ, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മാറ്റുന്നതിനെയാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ എയറിൽ കാർബൺ മോണോക്സൈഡും കാര്യങ്ങളൊക്കെ നിറയുന്നു. അപ്പോൾ എന്തായി? അത് എയർ പൊല്യൂഷനായി മാറുന്നു. എഫ്ലുവൻസ് വെള്ളത്തിലേക്ക് ഒഴുക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? വെള്ളം നശിച്ചു പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് വാട്ടർ പൊല്യൂഷനായിരുന്നു. അതേപോലെ തന്നെ ഇൻസെക്ടിസൈഡ് കാര്യങ്ങൾ ഉള്ള കെമിക്കൽ സബ്സ്റ്റൻസ് പിന്നെ മണ്ണിലായി കഴിഞ്ഞാൽ മണ്ണിലെ ബാക്ടീരിയ കാര്യങ്ങളൊക്കെ നശിച്ച് എന്ത് ചെയ്യുന്നു? മണ്ണ് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ മാറുന്നു. അതാണ് സോയിൽ പൊല്യൂഷൻ. അപ്പോൾ ഇങ്ങനെയാണ് പൊല്യൂഷൻ പ്രധാനമായിട്ടും 3 പേരാണ്: എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് സോയിൽ പൊല്യൂഷൻ അല്ലെങ്കിൽ എർത്ത് പൊല്യൂഷൻ. അതിൽ നോക്കിയോളൂ, വേറൊരു പൊല്യൂഷൻ എയർ പൊല്യൂഷനിൽ പ്രശ്നമായി കിടക്കുന്നതാണ് ഓസോൺ. എന്താണ് ഓസോൺ? ഓസോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷ വായുവിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറിൽ കിടക്കുന്ന പാളിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ O3 എന്ന ഘടകം, ഓക്സിജന്റെ തേർഡ് O3. ഓക്കെ, ഓക്സിജൻ ആറ്റം 3 ഇതിൽ ഘടനയിൽ രൂപീകരിക്കുക. O3 എന്ന ഘടനയിലുള്ള ആ പാളിക്ക് പറയുന്ന പേരാണ് ഓസോൺ. ഈ പാളി പ്രകൃതിയുടെ അനുഗ്രഹമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ നിന്നും മറ്റും വരുന്ന അപകടകരമായ അല്ലെങ്കിൽ നാശം വിതയ്ക്കുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻസിനെ നിർത്തുന്ന പാളിക്കാണ് ഓസോൺ ലെയർ എന്ന്. ഇതൊരു സംരക്ഷണ പാളിയാണ്. ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ വിച്ച് പ്രൊട്ടക്ട് എർത്ത് ഫ്രം ദ ഹാംഫുൾ റേസ് ഓഫ് സൺ. ഇനി അടുത്തതാണ് ഗ്ലോബൽ വാർമിംഗ്. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? വാർമിംഗ് എന്ന് വെച്ചാൽ ഭൂമി ഒന്നാകെ ചൂടാവുക. ഓക്കെ, the gradual heating of Earth's surface, oceans and atmosphere is caused by human activity, primarily by burning of fossil fuel that pump carbon dioxide, methane and other greenhouse gases into the atmosphere. എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിപടിയായിട്ട് എന്ത് ചെയ്യുന്നതാണ്?
ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കൂടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന വിനാശകരമായ പ്രവർത്തികൾ കൂടിയാണ് എന്ത് ചെയ്യുന്നത്. കാരണം പെട്രോൾ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് കത്തിക്കുക, അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തതാണ് ഓസോൺ ഡിപ്ലേഷൻ. The wearing out or reduction the amount of ozone in the stratosphere. Depletion began when CFC get into the atmosphere. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ നേരത്തെ ഉള്ള ഓസോൺ ലെയർ പൊട്ടിപ്പോവുകയാണ്. അതിൻ്റെ O3 എന്ന ഘടകം നശിച്ചു പോകുന്നതിനെയാണ് ഓസോൺ ഡിപ്ലേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സംരക്ഷണ കഴിവ് ഇല്ലാതെ അതിനെ നശിപ്പിക്കുന്നത്. CFC എന്നുള്ള ഗ്യാസുകൾ കാര്യങ്ങളൊക്കെ എത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അടുത്ത സ്ലൈഡ് നോക്കൂ. കോസസ് ഓഫ് എൻവയോൺമെന്റൽ ഡാമേജ്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പ്രകൃതി നാശത്തിലേക്ക് പോകുന്നത്? ഓക്കെ, എൻവയോൺമെന്റ് ഹസാർഡ് ഏതെല്ലാം ജാഗ്രതയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന് എന്താണ്? എനർജി പ്രൊഡക്ഷൻ. കണ്ടമാനം നമ്മൾ എന്താ പെട്രോൾ കത്തിച്ച്, വിറക് കത്തിച്ച്, അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഊർജത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ആദ്യത്തെ പ്രശ്നം. ഓക്കെ, അടുത്തത് ഡീഫോറസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ മുകളിലുള്ള പച്ചയെ നശിപ്പിച്ച് കളയുക, കാടുകളെ നശിപ്പിക്കുക, ഒന്നാകെ വെട്ടി നശിപ്പിച്ച് ആ സമ്പത്തിനെ പൊക്കി മുട്ട മലയാക്കുക. ആ മലയെ പിന്നെ എന്താ ഇടിച്ച് നിരത്തി കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുക. അടുത്താണ് മൈനിങ്, ഖനനം. ഭൂമി കുഴിച്ചിട്ട് എന്താണ് ഭൂമിക്കിടയിലുള്ള ധാതു ലവണങ്ങളെ എടുക്കുന്നത് തന്നെയാണ് മൈനിങ് എന്ന് പറയുന്നത്. മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം, അത് കഴിഞ്ഞ് അലൂമിനിയം, കോപ്പർ, ഇരുമ്പ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ആ യുഗം മുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് എന്ത് ചെയ്യുന്ന പ്രകൃതി മാറ്റത്തിന് വേറൊരു കാര്യം. ദെൻ ഓവർ പൊല്യൂഷൻ. ഓവർ പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്രമാതീതമായിട്ട്, കാരണം ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഏരിയയിലേക്ക് എന്ത് ചെയ്യുക? ജനസംഖ്യ കൂടുക. ജനസംഖ്യ കൂടുന്ന വലിയൊരു പ്രശ്നമാണ്. കാരണം ജനങ്ങൾ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ ഏരിയ അവനെ താമസ സ്ഥലമായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷെ അവനെ ഭക്ഷണത്തിന് ഉപയോഗിക്കാനുള്ള കൃഷിസ്ഥലങ്ങളും കാര്യങ്ങളും നിന്ന് പച്ച പിടിച്ച പ്രദേശങ്ങളൊക്കെ എന്താണ് നശിപ്പിക്കുന്നു. അവിടെ മുഴുവൻ കോൺക്രീറ്റ് കാര്യങ്ങളും ഒക്കെ വരികയാണ്. അതാണ് ഓവർ പോപ്പുലേഷൻ. പിന്നെ എന്താണ്? ഓവർ പോപ്പുലേഷന് ഭക്ഷണത്തിനും കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ ഡൊമസ്റ്റിക് റിക്വയർമെന്റ് വേണ്ടിയിട്ട് എന്താണ് മൈനിങ് ആക്ടിവിറ്റീസ് കൂടുതൽ. ജനസംഖ്യ കൂടുമ്പോൾ ആവശ്യം കൂടി, അപ്പോൾ എന്ത് ചെയ്യുന്നു? ധാതുലവണ ലഭ്യത കൂടുതൽ വേണം. അപ്പോൾ എന്താണ്? മൈനിങ് ആക്ടിവിറ്റീസ് കൂടാണ്. അപ്പോൾ ഇതിനെയൊക്കെ എന്താണ്? മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് ഓവർ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ വർധനവ്. ദെൻ ഇൻക്രീസ് ഇൻ ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ. അതേപോലെ തന്നെ എന്താണ്? ഓരോ വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യാണ്? താപനില ഉയർന്നുകൊണ്ടിരിക്കുക. ഈ താപനില ഉയർന്നതിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ നോർത്ത് പോളിലും സൗത്ത് പോളിലും അല്ലെങ്കിൽ ആർട്ടിക് ഏരിയയിൽ, അന്റാർട്ടിക് ഏരിയയിൽ നിലനിൽക്കുന്ന ഐസ് പാളികൾ ഉരുകാൻ തുടങ്ങാൻ. അത് വലിയൊരു പ്രകൃതിയുടെ സംരക്ഷണ കവചമാണ് ഈ ഐസ് പാളി. ഇത് ഉരുകുകയും എന്ത് ചെയ്യുന്നു? ഓഷ്യൻ ലെവല് കൂടിയിട്ട് പ്രളയം സൃഷ്ടിക്കാനും ഭൂമിയുടെ അല്ലെങ്കിൽ എർത്തിൻ്റെ നാശത്തിന് തന്നെ കാര്യമാവാനും പിന്നെയോ ജീവജാലങ്ങളുടെ നിലനിൽപ്പ്, അതുപോലെ തന്നെ പിന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താണ് നല്ല പച്ച പിടിച്ച പ്രദേശങ്ങളൊക്കെ മണലാരണ്യങ്ങളായി മാറുന്ന അവസ്ഥകൾ, ഇതൊക്കെ ഇതാണ്. ഈ ചൂട് കൂടുന്നതിൻ്റെ അവസ്ഥകൾ ഇപ്പോൾ 3-4 കൊല്ലമായിട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പോൾ തെങ്ങുകളും നമ്മളുടെ കവുങ്ങ് ഇതൊക്കെ നശിച്ചു പോകുന്നതിൻ്റെയൊക്കെ കാരണങ്ങൾ നിങ്ങൾ സാധാരണ കാണുന്നതാണ്. ഇത് ഇനി നോക്കിക്കോളൂ. മേജർ ഇമ്പാക്ട് ഏരിയ ഓഫ് കൺസേൺ. ഈ പിന്നെ എൻവയോൺമെന്റ് ഡാമേജിൽ നമ്മൾ വളരെയധികം എന്താണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഘടകം ഇതാണ്. ഓക്കെ, കൂടുതൽ ആഘാതം ഏതിൽ നിന്നാണ് മേജർ ഇമ്പാക്ട് വരുന്നത്? ഒന്ന് കൺസ്യൂമറിസം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ ഉൽപ്പാദിച്ച് മാർക്കറ്റിംഗ് കാരണങ്ങൾ. ഓക്കെ, ലക്ഷറി ആയിട്ടുള്ളതും കാര്യങ്ങളും ഒക്കെ എന്താണ്? അപ്പോൾ എന്താണ്? പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ ഗ്രീഡിനെസ്, മാർക്കറ്റിങ്ങിൻ്റെ വലിയൊരു തന്ത്രം അതാണ് കൺസ്യൂമറിസം. ഉൽപ്പാദിപ്പിച്ച് അവർ ഉപയോഗിക്കുക, ആവശ്യമുള്ളതും അനാവശ്യമായതും എന്നുള്ളത് രീതിയിലേക്ക് കാര്യങ്ങൾ നോക്കുക. പണ്ട് എന്താണ്? വസ്ത്രങ്ങൾ എന്നെല്ലാം പറഞ്ഞാൽ ഇപ്പം വളരെയധികം ലക്ഷറിയിൽ ഒരാൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൻ്റെ അളവ് എത്ര രൂപ. അപ്പോൾ പോപ്പുലേഷൻ കൂടുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അതിൻ്റെ പിന്നെ അസംസ്കൃത പദാർത്ഥങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ എല്ലാം. അതേപോലെ തന്നെയാണ്
പെട്രോൾ യൂസ്, നമ്മൾ വെഹിക്കിള് കാര്യങ്ങൾ, അതൊക്കെ കൺസ്യൂമറിസത്തിൽ വരുന്നത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ അനന്തരഫലങ്ങളായിട്ട് വരുന്നത്. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് സംരക്ഷണം ഇതില്ല, എല്ലാത്തിനും നശിപ്പിക്കുക, എല്ലാം ഒരു ഈഗോ എഗറൻസ്, ഒരു രാജ്യം വേറൊരു രാജ്യവുമായിട്ടുള്ള എന്ത് അതിർത്തി പ്രശ്നം കാര്യങ്ങൾ, ഇത് വലിയൊരു ഘടകമാണ്. ഏതാണ് എന്തിനും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. പിന്നെ രാജ്യത്തിൻ്റെ ഉള്ളിലും അത് തന്നെ, രാജ്യത്തിൻ്റെ പുറത്തും ലോകത്ത് എല്ലാത്തിലും ഇത് നേഷൻ ടു നേഷൻ, പീപ്പിൾ ടു പീപ്പിൾ. അപ്പോൾ എന്താണ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഈഗോ ആൻഡ് അറോഗൻസ് എന്ന് പറയും. ഇല്ലീഗൽ ഓപ്പറേഷൻ, ബിസിനസ്സിന് വേണ്ടി നിയമപരമല്ലാത്ത ഒക്കെ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ഇല്ലീഗൽ. ദെൻ എൻഡേഞ്ചറിങ് എർത്ത് റിസോഴ്സസ്, കൺസ്ട്രക്ഷൻ ആൻഡ് മൈനിങ് ആണ് അതിൽ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ മലകളൊക്കെ തുറഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അതോടെ എന്താണ് പ്രകൃതിയിലുണ്ടാവുന്ന ഏതാണ് മണ്ണൊലിപ്പ് കാര്യങ്ങൾ, മഴയൊക്കെ പെയ്യുമ്പോഴേക്കും ഏതാണ് പിന്നെ മൺസൂൺ സീസൺ ആവുന്ന ആകം പിന്നെ കുത്തി ഒലിച്ച് എല്ലാം നാശത്തിലേക്ക് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഏതാണ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഉണ്ടാക്കലും കാര്യങ്ങളും. ഓക്കെ, അതാണ് ഇതിൽ പ്രധാനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഇപ്പം നോക്കിയുള്ളൂ, ചെങ്കല്ല് കൊത്തിയെടുത്ത് വെച്ച് എന്തായി, ചെങ്കല്ല് ഇട്ടാൽ അല്ല, കരിങ്കല്ലിൻ്റെ ലഭ്യത തീർന്നു, ഇനിയിപ്പോൾ അടുത്ത് എന്താണ് കുഴിച്ചെടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെയുള്ളതാണ് ഇതാണ് മേജർ ഇമ്പാക്ട് ഏരിയ. ഇതെന്നും ഉണ്ട്, ഞാൻ ഒരു ജസ്റ്റ് ഇതിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് നെറ്റ് കയറി കഴിഞ്ഞാൽ കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് തന്നെ സ്വയം ആലോചിച്ചാൽ തന്നെ അറിയാം ഏതെല്ലാം കൺസ്യൂമറിസം കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും അടുത്ത സ്ലൈഡിലേക്ക്. ടൈപ്പ് ഓഫ് പൊല്യൂഷൻസ്. പൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ മനുഷ്യനാവശ്യമായ ഘടകങ്ങൾ അവന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ, അവന് ഹെൽത്ത് എഫക്റ്റുകളും കാര്യങ്ങളും തരുന്ന രീതിയിൽ അവന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സംഗതികൾ എത്തിക്കുന്നതിനെയാണ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ എത്ര ടൈപ്പ് പൊല്യൂഷൻസ് ഉണ്ട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പൊല്യൂഷൻസ് 3 തരമാണ്: എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ. ഓക്കെ, അതുകൊണ്ട് നോക്കിക്കോളൂ. എയർ പൊല്യൂഷനിൽ എന്തെല്ലാം എയർ പൊല്യൂഷൻ? ഒന്ന് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന പുക മാലിന്യങ്ങൾ, സൾഫർ കാര്യം പോലെയുള്ളത് പ്രകൃതിയിലേക്ക് എത്തുന്നു. അത് എന്ത് ചെയ്യുന്നു, ഓക്സിജനായിട്ട് കൂടി ചേർന്ന് മഴ പെയ്യുമ്പോൾ സൾഫർ ഡയോക്സൈഡ് ആയിട്ട് ഭൂമിയിലെത്തും. ഇങ്ങനെ അനവധി രീതിയിൽ ഉള്ള പിന്നെ ഫാക്ടറിയിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും കത്തിച്ചു വിടുന്ന പുകകൾ ഇതിൽ നിന്ന് വിടുന്ന ആസിഡ് റെയിനായിട്ട് മാറുകയാണ്. അതെന്ത് ചെയ്യുന്നു, ഭൂമിയുടെ നിലനിൽപ്പിനെ ബാധിക്കും. അത് പിന്നെ എന്താണ്, എയറിനെ പൊല്യൂട്ട് ചെയ്യുന്നു. പിന്നെ രണ്ടാമത് ഭൂമിയെ, വെള്ളത്തിനെയും ഭൂമിയെല്ലാം പൊല്യൂട്ട് ചെയ്യുന്ന കാര്യമാണ്. അടുത്തത് ഗ്ലോബൽ വാർമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ ഏതാണ് താപനില. കാരണം മനുഷ്യന് ജീവിക്കാൻ വരുമ്പോൾ 23 to 31 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് അവന് കൺവീനിയൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നത്. അതിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ 31 പുറത്തേക്കൊക്കെ. കാരണം ജനറലി എന്തായി മാറുന്നു, 35, 36 നിങ്ങൾ കേൾക്കുന്നുണ്ട്. പിന്നെ എന്താണ് സൺബേൺസും കാര്യങ്ങളും. അപ്പോൾ എന്താണ് ഇതെന്താ വരുന്നതിൻ്റെ കാരണം എന്താണ്, ഭൂമിയിൽ ഒരു പ്രകൃതിയുടെ സയൻസ് ഉണ്ട് ടെമ്പറേച്ചറിനെ നിലനിർത്തുന്നത്. എന്നുവെച്ചാൽ ഇത്ര അളവിൽ കാർബൺ ഡയോക്സൈഡ് കാര്യങ്ങൾ. ഭൂമിയുടെ ആ താപനില നിയന്ത്രിക്കാനുള്ള സംവിധാനം ഫെയിൽ ആവുകയാണ്. എന്താണ്, പ്ലാസ്റ്റിക് വെഹിക്കിൾ എന്നൊക്കെ വരുന്ന ഇതൊക്കെ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് ഇവയുള്ള എന്ത് ചെയ്യുന്നു, കൂടുതൽ അറ്റ്മോസ്ഫിയറിൽ വരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ളത് അതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള താപരശ്മികൾ തിരിച്ചു പോവാതെ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്ത് തിരിച്ചല്ല പിന്നെ ഭൂമിയിൽ നിന്ന് പോകണം. അതെന്ത് ചെയ്യുന്നു, ഈ എന്ത് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്ത് വീണ്ടും ഭൂമിയിലേക്ക് വന്ന് താപനില കൂടുകയാണ്. തിരിച്ചു പോകാൻ പറ്റാത്തതില്ല. അതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഓസോൺ ഡിപ്ലഷൻ, നേരത്തെ ഞാൻ പറഞ്ഞ അന്ന് ഏറ്റവും ഔട്ടർ മോസ്റ്റിലുള്ള സംരക്ഷണ പാളി നശിച്ചു പോയിട്ട് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് എത്തുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, സസ്യജീവജാലങ്ങളിൽ അയോണൈസേഷൻ സംഭവിച്ചിട്ട് അവരുടെ കോശങ്ങൾ നശിച്ച് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കൂടെ നാശങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഇതാണ് നോയിസ് പൊല്യൂഷൻ. അവനുണ്ടാക്കുന്ന മോട്ടോർ ബൈക്ക്, അവർ ഇന്ന് ഉപയോഗിക്കുന്ന മ്യൂസിക് സിസ്റ്റം കാരണങ്ങൾ, ഇതിലുള്ള നോയിസ് പൊല്യൂഷൻ. പിന്നെ ഡസ്റ്റ്, പൊടിപടലങ്ങൾ. നമ്മൾ ഇതാണ് പല ആക്ടിവിറ്റീസും കൂടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അന്തരീക്ഷ വായുവിൽ ഡസ്റ്റ് പോകുന്നു. ആ ഡസ്റ്റ് സൃഷ്ടിക്കുമ്പോൾ ലെൻസിലെത്തുന്നു. ലെൻസിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ശ്വാസകോശ സംബന്ധമായ അനവധി രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് ഇത് ലിറ്ററിങ്
ലിറ്ററിങ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വലിച്ചെറിയില്ല, പ്ലാസ്റ്റിക് ബോട്ടില് കാര്യങ്ങൾ എല്ലാം വലിച്ചെറിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നു, മലമൂത്ര വിസർജനം ഒന്നിനും ഒരു ഇല്ലാതെ പ്രകൃതിയിൽ ഉള്ള എന്താണ് അന്തരീക്ഷത്തിലുള്ള ശുചിത്വം നശിപ്പിച്ച് അൺഹൈജീനിക് കണ്ടീഷനിലേക്ക് വന്നു. ബാക്ടീരിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു, വൈറസുകൾ ഡെവലപ്പ് ചെയ്യുന്നു, സാംക്രമിക രോഗങ്ങൾ, പിടിച്ചാൽ കിട്ടാത്ത സാംക്രമിക രോഗങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പൊല്യൂട്ടഡ് ബീച്ചസ് ആൻഡ് സീനറി, അതേപോലെ തന്നെ ബീച്ച് കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് എന്താണ് പൊല്യൂട്ടഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിന്യങ്ങൾ എവിടെ കൊണ്ടെത്തുന്നു, പിന്നെ ഫാക്ടറിയിൽ നിന്ന് വരുന്നത്, അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെയുള്ള മാലിന്യങ്ങൾ പൈപ്പിലൂടെ വെച്ച് കഴിഞ്ഞു എന്ത് ചെയ്യുന്നു, കടലിൽ തള്ളുന്നു. കടൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതില്ല, അത് മുഴുവൻ ബീച്ചിലേക്ക് കൊണ്ടിട്ടിട്ട് ആകെ ഒരു എന്താണ് വൃത്തികെട്ട സീൻ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ പ്രകൃതിയുടെ പച്ചകൾ നിറഞ്ഞ സീനുകൾ, മലയും കുന്നുകളും വളരെ സീനറി സിസ്റ്റംസ് എല്ലാത്തിനെയും മനുഷ്യൻ എന്ത് ചെയ്തു ഇടിച്ച് നിരത്തി നശിപ്പിച്ച് അതെന്താണ് മലയും ഇതൊക്കെ എന്താണ് താപനില നിയന്ത്രിക്കുന്നതിൽ വലിയൊരു ഘടകമാണ്. ഇതൊക്കെയാണ് എയർ പൊല്യൂഷന് അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷ വായുവിൻ്റെ പൊല്യൂഷന് കാരണമായി വരുന്നത്. അടുത്താണ് വാട്ടർ പൊല്യൂഷൻ, എഫ്ലുവൻറ്റ് ഡിസ്ചാർജ്, വാട്ടർ സപ്ലൈ, മറൈൻ കണ്ടാമിനേഷൻ, ഡിസ്ട്രക്ഷൻ ഓഫ് റീഫ്സ്, ഗ്രൗണ്ട് വാട്ടർ. എന്താണ് പ്രകൃതിയിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളെയും പുഴയും കടലിലും ഒക്കെ കൊണ്ടുപോവുക, വാട്ടർ എവിടെ കുളമുണ്ടോ അതൊക്കെ നശിപ്പിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കടലിൽ ഉപയോഗിക്കുന്ന ബോട്ട് കാര്യങ്ങളിൽ എണ്ണകൾ എല്ലാം കത്തിച്ച് ഇതാക്കി മറൈൻ ഇതിൽ കടൽ പോലും നശിപ്പിക്കുക. ഡിസ്ട്രക്ഷൻ ഓഫ് റീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിലുണ്ടാകുന്ന വെള്ളം മല പോലെ ഉള്ള അതിനെയാണ് കടൽപ്പുറ്റ് എന്ന് പറയും, അതിനെ നശിപ്പിക്കുക. ഗ്രൗണ്ട് ഭൂമിക്കടിയിലുള്ള വെള്ളം ശേഖരിച്ച് വെച്ചിരുന്ന അവിടുന്ന് 100-200 മീറ്റർ താഴെ പോയിട്ട് വെള്ളം ടാപ്പ് ചെയ്ത് ഭൂമിയെ വരട്ടിട്ട് എന്ത് ചെയ്ത് നാശത്തിലേക്ക് പോവുക. അടുത്തതാണ് സോയിൽ പൊല്യൂഷൻ, ലാൻഡ് ഫില്ലിംഗ്, വേസ്റ്റ് ഡിസ്പോസൽ, റീസൈക്ലിംഗ്, ഇൻസിനറേഷൻ. ലാൻഡ് ഫില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മണ്ണ് വേറെ സ്ഥലത്തേക്ക് കൊണ്ടിട്ട് എല്ലാ ലെവലും തെറ്റിക്കുക. വേസ്റ്റ് ഡിസ്പോസൽ, മാലിന്യങ്ങൾ കൊണ്ട് ഇതാക്കുക. റീസൈക്ലിങ്, പണ്ട് സാധനങ്ങളൊക്കെ കൊണ്ട് തള്ളുക. ഇൻസിനറേഷൻ, സാധനങ്ങൾ കത്തിക്കുക. ഓക്കെ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, വാർമിങ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ് ഭൂമിയുടെ താപനില കൂടുകയാണ്, ടെമ്പറേച്ചർ മനുഷ്യന് വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, അനവധി ഗ്യാസസ്, വേപ്പർ, കാർബൺ ഡയോക്സൈഡ്, മിഥേനൊക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ചൂട് അസഹനീയമാത്തിൽ കൂടുക. അടുത്ത സ്ലൈഡ് നോക്കൂ, എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ഘടകമാണ്. അതിലെന്ത് ചെയ്യുന്നു, എൻവയോൺമെന്റിനെ സംരക്ഷിക്കാൻ വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി ഒരു മാനേജ്മെന്റ് സിസ്റ്റം നമ്മളിതിപ്പോൾ എന്താണ് വേൾഡ് ചിന്തിച്ചു തുടങ്ങി. കാരണം വരുന്ന ഭാവി തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും നമ്മൾ സംരക്ഷിച്ച്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ജീവിതം വളരെ അപകടകരമായി തീരും. അവർക്കൊന്നുമില്ലാത്ത അവസ്ഥ, എല്ലാ റിസോഴ്സും എല്ലാം നശിപ്പിച്ചിട്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് പോകുന്നു. അതുകൊണ്ട് എന്താണ് വരുന്ന ജനറേഷന്, വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കണം. ആദ്യം എന്താണ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നുള്ള ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് കാര്യങ്ങൾ എന്താണ്, പിന്നെന്താണ് മലിനജലം വേണ്ടിടത്തേക്ക് കടലൊക്കെ കൊടുത്ത് നശിപ്പിക്കുന്ന ഒരു പ്രവണത, എയറിനെ നശിപ്പിക്കുന്നതാണ്. അതെല്ലാം ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ഫ്രണ്ട്ലി, ഒരിക്കലും നേച്ചറിനെ ഡാമേജ് ചെയ്യാത്ത രീതിയിലേക്ക് ഒരു മാനുഫാക്ചറിങ് സിസ്റ്റം കൊണ്ടുപോവുക. അതേപോലെ തന്നെ പാക്കിങ് കാര്യങ്ങൾ, പാക്കിങ് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പാക്ക് അതാണ് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും കൂടുമൊക്കെ എന്താണ് വേസ്റ്റ് ഡിസ്പോസൽ കാര്യങ്ങൾ വലിയ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, കണ്ടമാനം വെഹിക്കിൾ ഉപയോഗിക്കുന്നത്, മാസ് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാൽ കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ എന്ത് ചെയ്യുക, മറ്റുള്ള എണ്ണയൊക്കെ കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പെട്രോൾ കത്തിക്കുന്ന, ഡീസൽ കത്തിക്കുന്ന ഒക്കെ ഒഴിവാക്കി നല്ല രീതിയിലുള്ള എൻവയോൺമെന്റൽ ഗ്രീൻ ടൈപ്പ് കൊണ്ടുവരിക. വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുക. എക്സ്ട്രാക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നേച്ചുറൽ റിസോഴ്സ്, അതേപോലെ തന്നെ പ്രകൃതിയിലെ ധാതു സമ്പത്ത് വരുന്നതിന് ഒരു അളവ് നിശ്ചയിക്കുക. ഇത്ര മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, മറ്റേത് എന്ത് കഴിഞ്ഞാൽ ഭാവി തലമുറയ്ക്ക് സൂക്ഷിച്ചു വെക്കണം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈഫ് പ്രൊഡക്റ്റ്, ജീവന് ആവശ്യമായ സാധനങ്ങളെ ഇത് ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ള ഇതാണ് ആദ്യത്തെ വേണ്ടത്. അതാണ് സയൻസാണ് വേണ്ടത്. ആ സയൻസിന് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. സയൻസിനെ അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേറ്റഡ്, ഇങ്ങനെ പ്രകൃതി നശിക്കുന്നു ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു, അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ എന്തുള്ളൂ
ഈ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് പ്രായോഗിക തലത്തിൽ വരുത്തുക. പിന്നെ അവോയ്ഡ് ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെയുള്ള ഏതാണ് പ്ലാസ്റ്റിക് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് കത്തിക്കുന്നത് ഒഴിവാക്കുക. എന്ന് വെച്ചാൽ കഴിയുന്നതും ഏതാണ് കത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഇങ്ങനെയുള്ള ഇതിൻ്റെ മീഥൈൻ ഇതൊക്കെ എന്താണ് അറ്റ്മോസ്ഫിയറിൽ ചേരാതെ ഉള്ള പ്രോസസ്സ് ചെയ്യുക. പ്രിസർവ് ഷേപ്പ് ഓഫ് എർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയും കുന്നും ഒന്നും ഇടിച്ചു മറിക്കൊന്നും ചെയ്യരുത്. ആ മലയും പ്രകൃതിയുടെ എന്താ സൗന്ദര്യത്തെ അതുപോലെ നിലനിർത്തുക. ആ നിലനിർത്തിയുന്നുണ്ട് എന്ത് നമുക്ക് ജീവൻ ഉപകാരികൾ ഉപയോഗിക്കുക. അതിൻ്റെ താഴ്വരയിൽ വീട് വെച്ചാൽ മതി, നിരപ്പാക്കി ഇതാക്കണ്ട. ആ തട്ടുകളിലും അതിൽ തന്നെ കൃഷി ചെയ്യുക. അതില്ല. പിന്നെ പ്രിസർവ് റെയിൻ വാട്ടർ. പിന്നെ എന്താണ് മഴയുടെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പ്രകൃതിയിൽ ഉണ്ടാകുന്ന വെള്ളത്തിനെ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, അണ്ടർഗ്രൗണ്ട് ടാപ്പ് ചെയ്യുന്നതിന് പകരം അതിലേക്ക് വെള്ളത്തിൽ അടിയിലേക്ക് പോകണ്ട, അതിനെന്ത് ചെയ്യുക, നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് വെള്ളമില്ലാത്ത സമയത്ത് ഡ്രോട്ട് സമയത്ത് ഉപയോഗിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക. അത് നിങ്ങൾക്കറിയാം, പുതിയ വീടുകൾ ഉണ്ടാക്കും, മഴവെള്ളം സംഭരണി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പാട്ടായിട്ടാണ് വരുന്നത്. ലവ് നേച്ചർ ആൻഡ് പ്രിസർവ് ഇറ്റ്. ഇനിയോ പ്രകൃതി സ്നേഹം വരുത്തുക. ഓക്കെ, പ്രകൃതിയിൽ എന്താണ് നമ്മളുടെ സഹജീവികളുണ്ട്, പാമ്പ്, എലി ഇതെന്നെല്ലാം പറഞ്ഞ് ഇതൊക്കെ എന്താണ് നമ്മളെല്ലാത്തിനെയും പോയിസം വെച്ച് നശിപ്പിച്ച് അവ വംശനാശം വന്നു കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഒരു പടികളാണ്. ഈ സൈക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ പ്രകൃതിയായിട്ട് നിലനിൽക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ചെയിന് പൊട്ടിക്കഴിഞ്ഞാൽ പ്രകൃതിയുടെ നാശം സംഭവം. അതുകൊണ്ട് എന്താണ് നമ്മൾ പ്രകൃതിയെ വെച്ചത് നമ്മളെ കൂടെ സഹജീവികളിലൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പ്രിസർവ് ചെയ്തുകൊണ്ട് ഭൂമിയെ പച്ചയായിട്ടും അതിൻ്റെ അവസ്ഥയിലും നിലനിർത്തുക. റെസ്ക്യൂ എക്സിസ്റ്റിംഗ്, റീയൂസ് എക്സിസ്റ്റിംഗ് റിസോഴ്സസ്. എന്താണ് കണ്ടമാനം ഭൂമിയിൽ നിന്ന് അടിയിൽ നിന്ന് റിസോഴ്സസ് എടുക്കുന്നതിന് പകരം ആ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്ന. കാരണം അതിപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താണ് ഇരുമ്പിനെ കളയാതെ എന്ത് ചെയ്യുന്നു, തുരുമ്പായി കഴിഞ്ഞാലും വീണ്ടും അതിനെ കൺവേർട്ട് ചെയ്ത് അലൂമിനിയം ഇതൊക്കെ ഉള്ളത് എന്താണ് വീണ്ടും കൺവേർട്ട് ചെയ്തിട്ട് അതിനെ റീയൂസ് ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യുക. എ റോൾ മോഡൽ ലൈഫ് ആൻഡ് ഷോ ദ റൈറ്റ് വേ ഓഫ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ലിവിങ്. ഇതെന്താണ് വരുന്ന തലമുറയെ ഇന്ന് ഓൾറെഡി നശിപ്പിച്ച് കഴിഞ്ഞതിനെ ഒന്ന് മാറ്റിയിടുക. അപ്പം എന്ത് ചെയ്യുന്നു, വരുന്ന തലമുറയെ എന്ത് ചെയ്യുക, ഒരു റോൾ മോഡൽ ലൈഫ് ഇതിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ പ്രകൃതിയെ നിലനിർത്തുന്ന ഒരു ജീവിത രീതി നമ്മൾ അവലംബിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ലിവിങ്, പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് ജീവിതം കൊണ്ടുപോവുക. ദെൻ പ്രിസർവ് റിസോഴ്സസ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ്, ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് വരും തലമുറയ്ക്ക് എന്ത് ചെയ്യാം, ഭൂമിയുടെ സമ്പത്തിനെ മുഴുവൻ നശിപ്പിച്ച് നമ്മൾ പോകാൻ പാടില്ല. എന്ത് ചെയ്യാം, അവർക്ക് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഈ കാര്യങ്ങളെ സംരക്ഷിച്ച് വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറഞ്ഞത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. നാളെ അവർക്ക് ചെങ്കൽ എന്താ കരിങ്കൽ എന്താന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം.